മൂട്ട് അവളെ മൂട്ട് ഇത് മൂട്ട് പിന്നെ ഏത് മൂട്ട് ഞാൻ പഠിച്ച പറയുന്നത് എന്നാ പഠിച്ചത് എന്ത് കളിക്ക് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് ഇന്ന് നമ്മളെ ഏതന്റെ 6ാമത്തെ പിറന്നാളാണ്. 6 വർഷങ്ങളായി അല്ലേ? ഏതൻ ജനിച്ചിട്ട് 6 വർഷമായി. നമ്മളെ ഏതന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പയ്യന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു. അവിടെ നിന്നാണ് സുഭജ ആദ്യമായിട്ട് പ്രസവിച്ചത്. അപ്പോൾ പിന്നെ സുഭജ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് അതേ സമയം തന്നെയാണ് എൻ്റെ അച്ഛനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. AKG ഹോസ്പിറ്റലായിരുന്നു അന്നേരം അച്ഛൻ സ്ട്രോക്ക് വന്നിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ സുഭജ ഡെലിവറി ആവുന്ന അന്നത്തെ ദിവസം തന്നെയാണ് അച്ഛനെ ICUന്ന് വാർഡിലേക്ക് മാറ്റുന്നത്. അന്നായിരുന്നു അന്ന് 6-ാം തീയതി ഉച്ചക്ക് 1 മണിക്കാണ് 1:02 ആയിരുന്നു മോൻ്റെ ജന്മസമയം. പക്ഷെ ഉച്ചക്ക് പിന്നെ എൻ്റെ ചേച്ചി സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ഫോട്ടോസ്. അപ്പോൾ അങ്ങനെ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞ് ചേച്ചിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്, ചേച്ചിൻ്റെ വീട് ചെക്കിക്കുളമാണ്. അപ്പോൾ അവിടെയുള്ളൊരു പെണ്ണ് ഇങ്ങനെ പറഞ്ഞ് ഇതാരാ? അപ്പോൾ ചേച്ചി ടീച്ചറാണ്, കാട്ടമ്പള്ളി സ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ ഇത് ടീച്ചറെ ആരാ ഇത് എന്ന് ചോദിച്ചു. പറഞ്ഞു എൻ്റെ അനിയൻ്റെ മോനാന്ന് പറഞ്ഞു. എൻ്റെ മോളൊന്നിച്ചാണ് അവൻ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ നമ്മൾ കേക്ക് വാങ്ങിയത് നമ്മൾ ഏതൻ്റെ ഒന്നിച്ച് പഠിക്കുന്ന ഏതന്റെ കൂട്ടുകാരിന്റെ അമ്മയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോസ് ഈ കുട്ടികൾ കാണാറുണ്ട് എന്ന് പറഞ്ഞു, കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വരുന്നവരും ഈ കുട്ടി, അതായത് ഈ കുട്ടീൻ്റെ അനിയത്തിയും വീട്ടിൽ ഗൾഫിൽ ഇവളെ ഉപ്പ ഗൾഫിലാണ്. ആ ഉപ്പാനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോയിൽ ഇടുന്നത് അവരാണ്, വീട്ടിലേക്ക് വരുന്നതിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമായി ആ കുട്ടികളെ കണ്ടപ്പോൾ. ആ മോള് അയച്ച വോയിസ് നമ്മൾ ഒന്ന് കേൾപ്പിക്കാം. ഉച്ചക്ക് തുടങ്ങും ഡാൻസ്, കലാപരിപാടികളാ ഡാൻസിന്റെ. അത് കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമായി മോനെ കുറിച്ച് പറഞ്ഞത്. അത് സാറിന്റെ അനിയത്തിയാണ്. പിന്നെ ഏതൻ വരൂന്ന് പറഞ്ഞിട്ട് ഓള് നേരത്തെ വെയിറ്റ് ചെയ്യുന്നു. അതാ പറഞ്ഞ ഏതനെ കൂട്ടണേ. നോക്കിക്കോ, റെഡി 1 2 3 ഓക്കേ. ഹാപ്പി ബർത്ത്ഡേ ഹലോ ഗൈസ്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. വിഷ് എല്ലാവർക്കും. അല്ല അകച്ച എല്ലാവരും അപ്പുറം ഏതാ കുറച്ച എടുത്തിട്ട് കൊടുക്കും പിച്ചാണിക്ക്. കായ് താത്തിക്കൊണ്ടുപോവാ. അപ്പച്ചി കൊടുക്ക്. അച്ഛനെ നല്ല ആളന്നെ. മാങ്കോ ശരിക്കും മാങ്ങ ജ്യൂസ് കുടിക്കുന്ന പോലെയുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. സൂപ്പർ. സോജ കേക്കിനെ പറ്റി അഭിപ്രായം പറ. ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ നല്ല കേക്കാണ് കേട്ടോ. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ല, ഇത് ഹോം മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ടേസ്റ്റ് നല്ല പോലെയുണ്ട്. ഇത് മാംഗോ ഫ്ലേവറാണ് നമ്മൾ മേടിച്ചത്. അധികം ഓവറായിട്ടുള്ള മധുരമില്ല, പിന്നെ ക്രീമും ഓവറല്ല, എല്ലാം ഒരു പാകത്തിനായിട്ടുള്ളത് തന്നെയാണ്.
ഹോം ഡെലിവറി ഫ്രീ ആണ്. പിന്നെ അഫോർഡബിൾ റേറ്റ് മാത്രമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഡാൻസ് കളിക്കണ്ടേ അത്? അയ്യോ വേണ്ട. ഇങ്ങനെ കളിച്ച് ഏത് മൂട്ട് അയ്യോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൊഞ്ഞ നോക്കി ഇങ്ങനെയൊക്കെ ഇത് നോക്ക് ഇങ്ങനെ നോക്കി. ഓ ബ്രേക്ക് സൂചി അടിപൊളിയാണ്.